നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. സോ നമുക്ക് PHPയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. സോ ഞാനിവിടെ ആദ്യമായി നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിലോട്ട് ഞാൻ 100 എന്ന് പറയുന്നൊരു സംഖ്യ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. സോ നമ്മൾ എഴുതുന്നത് SQRT എന്നാണ്. SQRT എന്ന് എഴുതിയതിനു ശേഷം ബ്രാക്കറ്റിൽ നമ്മൾ നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക, നമ്പർ. ശേഷം നമുക്ക് ഈ വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 100 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100ൻ്റെ സ്ക്വയർ റൂട്ടായ 10 ലഭിക്കുന്നു. സോ ഞാനിവിടെ ഇനി 9 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 3 ലഭിക്കുന്നു. അതുപോലെ 10,000 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 100 ലഭിക്കുന്നു. സോ ഈ SQRT ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് റൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ നമ്മുടെ സംഖ്യ റൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സംഖ്യയുടെ ഏറ്റവും അടുത്തുള്ള സംഖ്യയിലോട്ട് അത് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ 3.1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റൗണ്ട് ചെയ്ത് 3 എന്ന് പറയുന്ന സംഖ്യ ലഭിക്കുന്നു. സോ നമ്മൾ 3.4 ആണെങ്കിൽ നമുക്ക് വീണ്ടും 3 ലഭിക്കുന്നു. എന്നാൽ 3.5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് റൗണ്ട് ചെയ്ത് 4ലോട്ട് അത് റൗണ്ട് ചെയ്യുന്നു. 3.8 ആണെങ്കിലും അത് 4ലോട്ട് റൗണ്ട് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു സംഖ്യ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള സംഖ്യയിലോട്ട് റൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണമായി എൻ്റെ കയ്യിൽ 3.823456 എന്ന് പറയുന്ന ഒരുപാട് ഡെസിമൽ ഡിജിറ്റ് ഉള്ളൊരു നമ്പറാണെന്ന് കരുതുക. സോ ഞാനിവിടെ റൗണ്ട് എന്ന് പറയുന്ന നമ്പർ കൊടുത്ത ശേഷം കോമ കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ പ്രെസിഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൊടുക്കുന്നു. ഇത് നമ്മുടെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമുക്ക് എത്ര ഡിജിറ്റ് വേണം. ഉദാഹരണം എനിക്ക് 2 ഡിജിറ്റാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ സേവ് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3.82 എന്ന് ലഭിക്കുന്നു. കാരണം ഇതിന് ശേഷമുള്ള ഈ 2 സംഖ്യകളാണ് റൗണ്ട് ചെയ്യുന്നത്. സോ ഇനി 3 ആണ് വേണ്ടതെങ്കിൽ ഞാൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3.823 എന്ന് ലഭിക്കുന്നു. അതുപോലെ 5 ആണെങ്കിൽ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 5 വരെ ആദ്യത്തെ ഈ പോയിൻറ്റിന് ശേഷമുള്ള 5 സംഖ്യകൾ വരെ ഇത് റൗണ്ട് ചെയ്തതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് വരെ നമുക്ക് റൗണ്ട് ചെയ്യണോ അതിവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 സംഖ്യ ആയിരിക്കും അത് റൗണ്ട് ചെയ്യുന്നത്. അതുപോലെ റൗണ്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് സീൽ ഫംഗ്ഷൻ. സീൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഡെസിമൽ നമ്പറിൻ്റെ മുകളിലുള്ള നമ്പറിലോട്ട് അത് റൗണ്ട് ചെയ്യുന്നു. ഉദാഹരണമായി നമ്മൾ 3.8 ആണ് ഇവിടെ കൊടുത്തത്. സോ നമ്മളിവിടെ സീൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ലഭിക്കുന്നു. ഇനി 3.1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും നമുക്ക് 4 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ 5.1 കൊടുക്കാം. സോ നമുക്ക് 6 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. സോ സീൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുത്ത ഡെസിമൽ ഡിജിറ്റ് ഏതായാലും 5.1 ആയാലും 5.9 ആയാലും അതിന് മുകളിലോട്ടുള്ള അടുത്ത നമ്പറായ അതായത് 6ലോട്ടായിരിക്കും അത് റൗണ്ട് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് സീൽ ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് നമ്മൾ കൊടുത്ത ഒരു ഡെസിമൽ ഡിജിറ്റിൻ്റെ താഴോട്ടുള്ള നമ്പറിലോട്ടായിരിക്കും ഇത് റൗണ്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ 5.1 കൊടുത്തു കഴിഞ്ഞാൽ 5 ആയിരിക്കും, 5.8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക 5 ആയിരിക്കും. സോ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലഭിക്കുന്നു. സോ നമ്മളിവിടെ 5.9 കൊടുത്ത് നോക്കാം. 5.9 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് 5 ആയിരിക്കും ലഭിക്കുക. ഉദാഹരണമായി ഞാനിവിടെ 6.9 കൊടുക്കുന്നു. ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ലഭിക്കുന്നു. സോ ഫ്ലോർ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ താഴോട്ടുള്ള നമ്പറിലോട്ടും സീൽ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ടുള്ള നമ്പറിലോട്ടുമായിരിക്കും റൗണ്ട് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് ഒരു സംഖ്യയുടെ അബ്സല്യൂട്ട് വാല്യൂ കാണുന്നതിനുള്ള ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ. അബ്സല്യൂട്ട് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഖ്യയുടെ നോൺ നെഗറ്റീവ് വാല്യൂ ആണ്. സോ നമ്മളിവിടെ ABS എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ നമ്മൾ -7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 ലഭിക്കുന്നു. ജസ്റ്റ് 7 കൊടുക്കുകയാണെങ്കിലും നമുക്ക് 7 ആയിരിക്കും റിസൾട്ട് ലഭിക്കുക. സോ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ നമ്മളിവിടെ -8.987 കൊടുക്കുന്നു. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8.9877 ലഭിക്കുന്നു. സോ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ കാണുന്നതിന് ABS എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് DEC ബിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നമ്പറിനെ അതിൻ്റെ ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ 0 എന്ന് കൊടുക്കുന്നു. 0ൻ്റെ ബൈനറി നമ്പർ 0 തന്നെയാണ്. സോ നമ്മൾ DEC ബിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ ലഭിക്കുന്നു. സോ ബൈനറി നമ്പർ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ബൈനറി നമ്പറിൽ 1 0 മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ നമ്മൾ ഇനി 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 തന്നെ ലഭിക്കുന്നു. 2 ആണെങ്കിൽ നമുക്ക് 2ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 10 ആണ്. സോ അതുപോലെ 3 ആണെങ്കിൽ 11 നമുക്ക് ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് ബൈനറി നമ്പർ പോകുന്നത്. സോ ഞാനിവിടെ ഒരു 1000 കൊടുക്കുകയാണെങ്കിൽ
റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ലഭിക്കുക. സോ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കതിനെ DEC-bin എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് bin DEC എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി ഞാൻ ഈ ബൈനറി നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, 1000-ൻ്റെ ഈ ബൈനറി നമ്പർ ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മൾ 11 കൊടുക്കുന്നതെങ്കിൽ ബൈനറി നമ്പർ 11-ൻ്റെ ബൈനറി ഈ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 3 സോ നമുക്ക് 3 ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് bin DEC എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ DEC-bin എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. നമ്മൾ എഴുതുന്നത് ഇതുപോലെ റാൻഡ് ഫംഗ്ഷൻ എന്നാണ്. സോ റാൻഡം നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, അത് കമ്പ്യൂട്ടർ സ്വന്തമായി തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. സോ നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള നമ്പർ ലഭിക്കുന്നു, റാൻഡം നമ്പേഴ്സ് ലഭിക്കുന്നു. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, കമ്പ്യൂട്ടർ സ്വന്തമായി തന്നെ ജനറേറ്റ് ചെയ്യുന്ന നമ്പറാണ്. ഇത് നമുക്ക് വലിയ നമ്പേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഉദാഹരണമായി എനിക്ക് 0-ൻ്റെയും 10-ൻ്റെയും ഇടയിലാണ് നമ്പർ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാനോട് 0,10 എന്ന് കൊടുക്കുന്നു. സോ ഈ 2 പാരാമീറ്റേഴ്സ് കൊടുത്ത് ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സോ എനിക്ക് 0-നും 10-നും ഇടയിലുള്ള നമ്പേഴ്സ് ലഭിക്കും. സോ ഓരോ റീഫ്രഷ് ചെയ്യുമ്പോഴും ഈ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഒരു ഓർഡറിലായിരിക്കില്ല അത് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡംലി ജനറേറ്ററാണ്. സോ ഉദാഹരണമായി എനിക്ക് 0-നും 1000-നും ഇടയിലാണ് വേണ്ടതെങ്കിൽ ഞാൻ 0, 1000 എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് കൊടുത്താൽ മതി. സോ ഞാൻ പിന്നെ ഇതുപോലെ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ കാണാം, നമുക്ക് ഇതുപോലെ 0-നും 1000-നും ഇടയിലുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിനിടയിലാണ് വേണ്ടതെങ്കിൽ ആ നമ്പർ മിനിമം നമ്പർ ഇവിടെയും കൊടുക്കുക, മാക്സിമം നമ്പർ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിലുള്ള റാൻഡം നമ്പേഴ്സ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റാൻഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതാണ് പ്രധാനമായി നമ്മൾ PHP-യിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക് ഫംഗ്ഷൻസ്.